ത്രേസ്യ നാളുകളായി അനുഭവിക്കുന്ന അതിതീവ്രമായ ശാരീരിക വേദനയിൽ നിന്ന് സുഖം പ്രാപിക്കുന്നതിനു വേണ്ടി പിതാവിന്റെ കൂടെ വൈദ്യന്റെ അടുക്കിലേക്കുള്ള യാത്ര തുടരുകയാണ്. ദീർഘദൂര യാത്രകളിൽ മടുപ്പും ക്ഷീണവും ഉണ്ടാകാതിരിക്കാൻ മുമ്പിൽ പോകുന്ന ആൾ ഏതെങ്കിലും പാട്ടുകൾ പാടിക്കൊടുക്കുന്ന പതിവുണ്ട്. അധികം താമസിക്കാതെ തന്നെ വൈദ്യർ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ അവരെത്തി. ഉടനെ കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരുമെല്ലാം ആകാംക്ഷയോടെ ത്രേസ്യയെ കാണാൻ ഓടിക്കൂടി. ഈ ഗ്രാമത്തിലെ ഇടവക പള്ളിയുടെ വികാരിച്ചനും ത്രേസ്യയെ സ്വീകരിക്കുവാൻ ഇവിടെ എത്തി. എന്നാൽ ഇദ്ദേഹത്തിന്റെ മുഖത്ത് ഭീതിയും ഭയവും ആശങ്കയുമെല്ലാം നിഴലിച്ചിരുന്നത് കാണാം. ഇതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന സമർത്ഥനും വിജ്ഞാനിയുമായ ഒരു വൈദികനായിരുന്നു ഇദ്ദേഹം. ഈ വൈദികൻ ഈ നാട്ടിലെ ഒരു സ്ത്രീയുമായി മോശമായ ബന്ധത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഈ കാര്യം നാട്ടിലെങ്ങും പാട്ടായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്കാണ് ത്രേസ്യയുടെ ഈ വരവ്. വൈദ്യരുടെ അടുക്കൽ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ ത്രേസ്യ കാണുന്നത് വൈദ്യനെ കാണാൻ തങ്ങളുടെ ഊഴം കാത്തു നിൽക്കുന്ന ഈ രോഗികളെയും ഇവരുടെ കൂട്ടിരിപ്പുകാരെയുമാണ്. ഇവരിൽ ചിലർ കുഞ്ഞിനെ പരിപാലിക്കുന്നതും മറ്റൊരാൾ ഛർദ്ദിക്കുമ്പോൾ ആ ഛർദ്ദി യാതൊരുവിധ മടിയും കൂടാതെ തന്നെ തന്റെ കൈകൊണ്ട് സ്വീകരിക്കുന്നതും കണ്ടു. ഇതാണ് യഥാർത്ഥ ദൈവസ്നേഹത്തിന്റെ പ്രവൃത്തിയെന്ന് ത്രേസ്യ തിരിച്ചറിയുകയും അത് ഒരു ദൈവാനുഭവത്തിന്റെ നിമിഷങ്ങളായി മാറുകയും ചെയ്യുന്നു ത്രേസ്യയുടെ ജീവിതത്തിൽ. പിന്നീട് വൈദ്യർ കൊടുക്കുന്ന കയ്പ് നിറഞ്ഞ ഈ കഷായം ഇഷ്ടമില്ലെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി കുടിക്കുന്നു. En Ávila le hicieron sangrías y le dieron fricciones con aceite de escorpión. Que se tome esto. ¿Ahora? Cuanto antes, mejor. Anda, bébetelo. ഈ ചികിത്സയ്ക്കിടയിലും തന്റെ ആത്മീയ കാര്യങ്ങളുടെ ഭാഗമായി ഈ പുരോഹിതനടുക്കലാണ് ത്രേസ്യ കുമ്പസാരിക്കുവാൻ പോയിരുന്നത്.
ഇതിനിടയിൽ ഈ വൈദികന് ത്രേസ്യായോട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും തോന്നി തുടങ്ങി. ഇത് മനസ്സിലാക്കി ഇദ്ദേഹത്തോട് ത്രേസ്യ തുറന്നു പറഞ്ഞു ദൈവത്തെ ദ്രോഹിക്കാൻ താൻ തയ്യാറല്ലെന്ന്. മാത്രമല്ല, ഇക്കാലത്ത് ദൈവത്തെ അധികം സ്നേഹിച്ചിരുന്നതിനാൽ ദൈവത്തെപ്പറ്റി സംസാരിക്കുന്നതായിരുന്നു ത്രേസ്യായുടെ വലിയ ആനന്ദം. കുമ്പസാര സമയത്ത് അവളുടെ സംസാരം കൂടുതലും തന്റെ ദൈവസ്നേഹത്തെക്കുറിച്ചായിരുന്നു. ഇത് വൈദികനെ ലജ്ജാവരുതനാക്കി. ¿Cuántos años tiene vuestra reverencia? 24. ¿Y no le parece que vuela muy alto? He leído en un libro que quien quiere ir a Dios no debe andar a saltos de sapo o como una gallina trabada. Podemos volar como las águilas y ya vendrá Dios a ponernos en el nido cuando nos cansemos como el aguilucho. Pero no está enferma. Ese es otro mal. ¿Qué ocurre, padre? ¿No me absolvéis? No puedo. ¿Tan graves son mis culpas? No. Lo son las mías. Nadie es un miserable a los ojos de Dios. മാത്രമല്ല, വൈദികന് ത്രേസ്യായോടുള്ള സ്നേഹം നിമിത്തം ഇദ്ദേഹം തന്റെ നികൃഷ്ടമായ ജീവിതാവസ്ഥ ത്രേസ്യായുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തു. Decidme lo que sea. ഈ പ്രദേശത്തുള്ള ഒരു സ്ത്രീയുമായി താൻ വലിയ സ്നേഹത്തിലാണെന്നും തന്റെ ആത്മാവ് മഹാ അപകടത്തിലത്രേ സ്ഥിതി ചെയ്യുന്നതെന്നും ഇദ്ദേഹം തുറന്നു പറഞ്ഞു. Hace 7 años que vivo en trato carnal con una mujer que me tiene enajenada la voluntad. Es cosa pública y he perdido la honra. Solo vuestra reverencia, que no lo sabía, ha sido capaz de mirarme como nadie me había mirado nunca. Pero ahora ya... ¿Quién os ha dicho que no lo sabía? Ego te absolvo peccatis tuis. In nomine Patris et Filii et Spiritus Sancti. ഇക്കാര്യങ്ങളെല്ലാം പരസ്യമായിരുന്നതിനാൽ ഇദ്ദേഹത്തിന്റെ സൽപ്പേരും സൽകീർത്തിയും നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആരും ഇദ്ദേഹത്തെ ശാസിക്കാൻ ഒരുമ്പിട്ടില്ല. മാത്രമല്ല, ദുർഭഗയായ ആ സ്ത്രീ ഇദ്ദേഹത്തിന് ഒരു ചെമ്പ് രൂപം ജപിച്ചു കൊടുത്തിരുന്നു. തന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇത് കഴുത്തിൽ ധരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിന് ഒരു മാന്ത്രിക ശക്തിയുണ്ടെന്ന് ഇവൾ വൈദികനെ പറഞ്ഞു ധരിപ്പിച്ചു. വൈദികൻ ഇത് ധരിച്ചു. ഒരു മാനസിക രോഗിയെ പോലെയാണ് പിന്നീട് ജീവിച്ചിരുന്നത്. പലവട്ടം തനിക്ക് ജപിച്ചു കിട്ടിയ തകിട് അഴിച്ചു തരാൻ ത്രേസ്യ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരിക്കലും അതിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരിക്കൽ ത്രേസ്യായും സിസ്റ്റർ ജുവാനയും തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരവശനായി ഇദ്ദേഹം അവിടെ ഓടിയെത്തി.
ഇദ്ദേഹം ധരിച്ചിരുന്ന കുപ്പായം വലിച്ചു കീറി കഴുത്തിൽ കെട്ടിയിരുന്ന ആ ചെമ്പ് തകിട് പൊട്ടിച്ച് ഇദ്ദേഹം ത്രേസ്യായുടെ കയ്യിൽ കൊടുത്തു. ഉടനെ ത്രേസ്യ അത് ഒഴുക്ക് നീരിൽ എറിഞ്ഞു കളഞ്ഞു. ഉടനെ സംഭവിച്ചത് ത്രേസ്യ ഒരു ദൈവാനുഭവത്തിലേക്ക് വരികയും തളർന്നു വീഴുകയും ചെയ്തു. മാസങ്ങളുടെ വൈദ്യ ചികിത്സയ്ക്ക് ശേഷവും ത്രേസ്യായുടെ രോഗാവസ്ഥയ്ക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. അത് കൂടുതൽ തീവ്രമാകുക മാത്രമാണ് ചെയ്തത്. ഒന്ന് അനങ്ങാനാവാത്ത വിധം തളർന്നുപോയിരുന്നു ത്രേസ്യ. ഈ അവസ്ഥ മനസ്സിലാക്കി ആ വത്സല പിതാവ് ഇവിടെ ഓടിയെത്തി തന്റെ മകളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഇൻകാർണേഷൻ മഠത്തിലേക്ക്. ഗ്രാമത്തിലെ എല്ലാവരും ഓടിക്കൂടി ത്രേസ്യയെ ഇവിടെ നിന്ന് തിരിച്ച് യാത്രയാക്കുകയാണ്. ഇൻകാർണേഷൻ മഠത്തിലേക്ക് യാത്രയാകുന്ന ത്രേസ്യ തീർത്തും തളർന്നുപോയ അവസ്ഥയിലായിരുന്നു. ഒന്നും തിരിച്ചറിയാനാവാത്ത വിധം തളർന്നുപോയിരുന്നു ത്രേസ്യ. എന്നാൽ ഇതിന്റെ മറുവശത്ത് പൂർണ്ണമായ സുബോധത്തോടും നന്ദിയോടും കൂടെ ത്രേസ്യയെ നോക്കി നിൽക്കുന്ന പുരോഹിതനും കലിപൂണ്ട് തന്റെ കൈവിട്ടുപോയ വൈദികനോടുള്ള കലിപ്പോടെ നോക്കി നിൽക്കുന്ന സ്ത്രീയെയും മറുവശത്ത് കാണാം. ത്രേസ്യ തന്റെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വൈദ്യന്റെ അടുത്ത് വന്നത്. പക്ഷേ ശാരീരിക വേദനയും കഷ്ടപ്പാടുകളും ഒന്നിനൊന്ന് കൂടുക മാത്രമാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ ഉണ്ടായ മറ്റൊരു വലിയ അത്ഭുതമായിരുന്നു വർഷങ്ങളായി പിശാചിനാൽ ബന്ധിച്ചിട്ട് മാരകപാപത്തിൽ കഴിഞ്ഞിരുന്ന പുരോഹിതന് ലഭിച്ച വിടുതൽ. തന്റെ ശരീരത്തിൽ അനുഭവിച്ച കഠിനമായ വേദനകൾ ഓരോന്നും ത്രേസ്യ ഈ പുരോഹിതന്റെ ആത്മാവിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിരുന്നു ഈ മഹാത്ഭുതം. അനുദിന ജീവിതത്തിലെ നമ്മുടെ രോഗങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും സഹനങ്ങളെ ദൈവഹിതമായി നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശാരീരികവും ആത്മീയവുമായ രക്ഷയ്ക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ ഇവ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ആവിലായിലെ അമ്മ ത്രേസ്യ വഴി ദൈവത്തോട് നമുക്ക് യാചിക്കാം.